മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഏച്ചൂർ മാവിലാച്ചാൽ മനയങ്ങാട്ട് ശ്രീ വിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് നടയടച്ച ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നട തുറന്നപ്പോൾ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. പൗരാണിക കാലത്ത് മാവിലാച്ചാൽ ദേശത്ത് വിഷ്ണു ചൈതന്യത്തിന്റെ പ്രഭവ കേന്ദ്രമായി വിളങ്ങിയ ഭൂമിയായിരുന്നു മനയങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രം. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് അഭിമുഖമായി ഭഗവാൻ വിഷ്ണു നിലകൊണ്ട വിശ്വാസികളുടെ സ്വപ്നഭൂമി. പരദേശി ബ്രാഹ്മണർ ഭഗവാൻ വിഷ്ണുവിനെ തിരുപ്പതി വെങ്കിടാചലപതി ശ്രീനിവാസ ഭാവത്തിൽ പൂജിച്ചാരാധിച്ച ക്ഷേത്രം. മനകൾ നിറഞ്ഞ നാടാണ് മനയങ്ങാടായത്. കാലാന്തരത്തിൽ ക്ഷേത്രം നാശോന്മുഖമായി മണ്ണിടിഞ്ഞ് ഓർമ്മകൾ മാത്രമായി. നൂറ്റാണ്ടുകൾ നീണ്ട നാടിന്റെ ഈ ആഗ്രഹത്തിനാണ് 2026 ജനുവരി 25 നടന്ന ഭഗവത് പ്രതിഷ്ഠയോടെ യാഥാർത്ഥ്യമായത്. 2000 ശേഷം നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് സാർത്ഥകമായത്. DK ഗിരീശൻ പ്രസിഡന്റും P സഹദേവൻ സെക്രട്ടറിയും MV ജയരാജൻ ട്രഷററുമായ കമ്മിറ്റിയാണ് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തിരുപ്പതി വെങ്കിടാചല ഭാവത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച അപൂർവ ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ചിറക്കൽ സ്വദേശിയായ ഈശ്വരൻ നമ്പൂതിരിയും മകൻ ജയദേവ് നമ്പൂതിരിയുമാണ് ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ. നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളായി നമ്മളിവിടെ പൂജ കഴിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കമ്മിറ്റിക്കാരോടൊപ്പം നമ്മളും ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നിത്യേന ഇവരെ പൂജ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിത്യേന പൂജ കഴിക്കാനുള്ള ഒരു സാഹചര്യം, കഴിച്ചു കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. നമ്മൾ ജോലിക്കാരും മറ്റേ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ടും താമസം കുറച്ച് ചിറക്കൽ കടലായ അമ്പലത്തിനടുത്താണ് താമസം. അപ്പോൾ അവിടുന്ന് വന്നിട്ട് നിത്യേന പൂജ കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ ഇവർ ആഴ്ചയിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എന്നാലും ഭഗവാൻ നമ്മളെ വിടൂല എന്നാണ് പറയുന്നത്. കേരള സർക്കാരിന്റെ ക്ഷേത്രകലാ പുരസ്കാരം നേടിയ ചെങ്കൽ ശില്പി ശില്പതിലകം ഇളയടത്ത് രാജൻ മണിയാണിയാണ് ഈ ക്ഷേത്രം പണിതീർത്ത മുഖ്യശില്പി. ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കിനിയേടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠാനന്തരമുള്ള ആദ്യ നടതുറപ്പ് ദിനമായ ഫെബ്രുവരി 1 ഞായറാഴ്ച ഒത്തുകൂടിയ വൻ ഭക്തജന കൂട്ടായ്മയിൽ വെച്ച് ക്ഷേത്രശില്പി ഇളയടത്ത് രാജൻ മണിയാണിയെ കമ്മിറ്റി ആദരിച്ചു. ഈ പ്രദേശത്തിന്റെ വളർച്ചക്കൊപ്പം ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമെന്ന് തുടക്കം മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് ഏകദേശം സഫലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മുതൽ അങ്ങോട്ടേ സാധാരണ കലിയുഗത്തിൽ ഈ പരസ്യമാണ് വേണ്ടത്. ആ പരസ്യപ്രകാരം ഈ പോവുകയാണെങ്കിൽ ഈ അമ്പലത്തിനെ പിടിച്ചാൽ കിട്ടില്ല. ആ രൂപത്തിൽ ഉയരും. ഇത് ഞാൻ ചെയ്ത 5-6 ക്ഷേത്ര മഹാക്ഷേത്രങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിവാരത്ത് മതിലകം ദുർഗാദേവി ക്ഷേത്രം. അത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ ഞാൻ 12 വർഷം എടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത് വളരെയധികം ഉയർച്ചയാണുള്ളത്. അതുമാതിരി ഇതും ആയിത്തീരട്ടെ എന്ന് ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.